സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് പാപ്പ എന്ന് വത്തിക്കാനിലേക്ക് മടങ്ങും? അനിശ്ചിതത്വം തുടരുന്നു. ഫെബ്രുവരി 14 മുതൽ റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പ ഡിസ്ചാർജ് ചെയ്ത് വത്തിക്കാനിലേക്ക് മടങ്ങുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത. പാപ്പയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടെങ്കിലും ഡിസ്ചാർജ് ചെയ്യുന്ന സമയം ഇപ്പോഴും വ്യക്തമല്ലെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഇന്നലെ വെള്ളിയാഴ്ച അറിയിച്ചു. ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതിനാൽ പകൽ സമയത്ത് പാപ്പയ്ക്ക് ഉയർന്ന പ്രവാഹമുള്ള ഓക്സിജൻ തെറാപ്പി നൽകുന്നത് കുറച്ചിട്ടുണ്ട്. എങ്കിലും നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷന് പകരം ഇപ്പോൾ രാത്രിയിൽ ഉയർന്ന പ്രവാഹമുള്ള ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. 88 വയസ്സുള്ള പാപ്പയ്ക്ക് സമീപ ദിവസങ്ങളിൽ ആശുപത്രിയിൽ സന്ദർശകരാരും ഉണ്ടായിരുന്നില്ല. ശ്വസന ശാരീരിക തെറാപ്പി, ചികിത്സ, ജോലി, പ്രാർത്ഥന എന്നിവയിലാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. ബയലാറ്ററൽ ന്യൂമോണിയ ഉൾപ്പെടെ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ബാധിച്ച് 1 മാസത്തിലേറെയായി പാപ്പ ആശുപത്രിയിൽ തുടരുകയാണ്. മാർപാപ്പയുടെ ആരോഗ്യനില സ്ഥിരമാണെന്നും പുരോഗതി കാണിക്കുന്നുണ്ടെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ മാർച്ച് 24 തിങ്കളാഴ്ച പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രസ് ഓഫീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.